മറ്റൊരു വാർത്തയിലേക്ക്. കേരള കലാമണ്ഡലത്തിൽ മുസ്ലിം സംവരണം അട്ടിമറിച്ചെന്ന് ആക്ഷേപം. സംസ്കൃത അധ്യാപക തസ്തികയിൽ സംവരണ വിഭാഗത്തിൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയില്ല. അഭിമുഖത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ മുസ്ലിം ഉദ്യോഗാർത്ഥിയില്ല. സംവരണ വിഭാഗത്തിൽ 10ലേറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. വി എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. വി എസ് രഞ്ജിത്ത്, സംവരണം എങ്ങനെയായിരുന്നു അവിടെ നിശ്ചയിച്ചിരുന്നത്? അതിലെങ്ങനെയാണ് അട്ടിമറി ഉണ്ടായത്? കഴിഞ്ഞ ദിവസമാണ് ഈ കലാമണ്ഡലത്തിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ സംസ്കൃത അധ്യാപക തസ്തികയിൽ ഒരു സീറ്റ് മുസ്ലിം സംവരണമായിരുന്നു. ആ മുസ്ലിം സംവരണത്തിന് പക്ഷേ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഒറ്റ മുസ്ലിം ഉദ്യോഗാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. സംവരണത്തിന് യോഗ്യനായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ പോലും ഇല്ലാതെയാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപേക്ഷകരിൽ 10ലധികം അപേക്ഷകർ സംവരണ വിഭാഗത്തിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ സംവരണ വിഭാഗത്തിൽപ്പെട്ട ഒരു അപേക്ഷകരെ പോലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാതെയാണ്, ഒരു ഉദ്യോഗാർത്ഥിയെ പോലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാതെയാണ് ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയത്. ഇതിപ്പോൾ പരാതിയായി കലാമണ്ഡലത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഈ പട്ടിക മരവിപ്പിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പരാതി ഉയർന്നതിനെ തുടർന്ന് ആണ് ഇപ്പോൾ അന്വേഷണത്തിനുള്ള ഉത്തരവെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.